മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അവർ കൈപ്പറ്റിയ പണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പണമായിരുന്നു. പിണറായി വിജയന് വേണ്ടിയുള്ള പണമായിരുന്നു. PML ആക്ട് പ്രകാരം മണി ലോണ്ടറിങ് അവിടെ നടന്നിട്ടുണ്ട്. കണക്കിൽപ്പെടാത്ത ഏറെക്കുറെ 150 മുതൽ 200 കോടി രൂപയ്ക്കിടയിൽ ആ കമ്പനിയിൽ നിന്ന് തിരിമറി നടത്തിയിട്ടുണ്ട്. ആ തിരിമറി നടത്തിയതിൽ ഒരു പ്രതി വീണയാണ്. കഴിഞ്ഞ ഒരു 25 വർഷത്തിനുള്ളിൽ കേരളം ഭരിച്ച പ്രമുഖരായ എല്ലാവരും പ്രതികളാണ്. മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ കേരളം ഭരിച്ച എല്ലാവരും ഇതിനകത്തുനിന്ന് വീതം പറ്റിയിട്ടുണ്ട്. 10% പോലും ഈ അന്വേഷണം വന്ന് എത്തിയിട്ടില്ല. ഇനിയും ഒത്തിരി പോകാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 3400 എൻട്രികളുണ്ട് ആ ഡയറിയിൽ, ഈ കർത്തയുടെ ഡയറിയിൽ. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ കാലത്തെ വിദേശയാത്രകളും സാമ്പത്തിക ഇടപാടുകളും മുഴുവൻ അന്വേഷിക്കേണ്ടതാണ്. കാരണം 96-ൽ ആദ്യമായിട്ട് അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയാവുന്നു. 98-ലോ 99-ലോ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്നു. അന്ന് മുതൽ കേരളത്തിലെ എല്ലാ ഡീലുകളിലും പിണറായി വിജയൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ EDക്ക് വീണ തൈക്കണ്ടിയിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചോ? വീണ കുടുങ്ങുമോ? ആരോപണങ്ങൾ ഉയരുന്നതുപോലെ, പരാതികൾ ശക്തമാകുന്നത് പോലെ കേസിൽ പിണറായി വിജയന്റെ പങ്ക് ED വ്യക്തമാക്കുമോ, തെളിയിക്കുമോ? അതുപോലെ തന്നെ വീണയുടെ കമ്പനിയുടെ പേരിലുള്ള മറ്റ് ഇടപാടുകളിലേക്കും ED അന്വേഷണം നീങ്ങുമോ? മലയാളികൾ ഒന്നടങ്കം ചോദിക്കുന്ന ഈ ചോദ്യങ്ങളാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത്. കേസിൽ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണെന്ന് അതിഥിയായി ചേരുന്നത്. നമസ്കാരം ശ്രീ ഷോൺ ജോർജ്, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വീണ കുടുങ്ങുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. EDയുടെ മുന്നിലേക്ക് എത്തി. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലിന് എങ്ങനെയാണ് അവർ സഹകരിച്ചതെന്ന് അറിയില്ല. വീണ കുടുങ്ങണമെന്നുള്ളൊരാഗ്രഹം എനിക്കില്ല. പക്ഷെ വീണ ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി മാത്രമാണ്. കുറ്റം ചെയ്തത് അധികാരസ്ഥാനത്തിരുന്നവരാണ്, കൈക്കൂലി വാങ്ങിച്ചതും അവരാണ്. അപ്പോൾ കുടുങ്ങേണ്ടത് പിണറായിയാണ്, വീണയല്ല. സ്വാഭാവികമായും ഈ കേസിൽ വീണയുടെ അക്കൗണ്ടും വീണയുടെ കമ്പനിയുമാണ് പണം കൈപ്പറ്റിയതുകൊണ്ട് വീണ പ്രതിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വളരെ വ്യക്തിപരമായി പറയട്ടെ, ഒരു സ്ത്രീയാണ് അവർ, അവർക്ക് ഇതിനകത്ത് പങ്കുണ്ട്, ഇതൊക്കെയുള്ളത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അവർ കൈപ്പറ്റിയ പണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പണമായിരുന്നു, പിണറായി വിജയന് വേണ്ടിയുള്ള പണമായിരുന്നു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന വിഷയം. അല്ല, വീണ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഓക്കെ, തെളിവുകൾ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അല്ല, ഇതിനകത്ത് തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഡോക്യുമെന്റ്സ് എല്ലാം ക്ലീനാണ്. കൂടുതലായിട്ടൊരു അന്വേഷണത്തിൻ്റെ ആവശ്യം. സ്വാഭാവികമായിട്ടും ഏതൊരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ എന്നതിനപ്പുറത്തേക്ക് ഈ കേസിൽ മാത്രം ഏത് വിഷയം വന്നാലും അതിൽ തെളിവെടുപ്പിൻ്റെയും കൂടുതൽ തെളിവിൻ്റെയൊക്കെ ആവശ്യം ഇവിടെ ഒന്നുമില്ല. ഇതെല്ലാം ക്ലീനാണ്, എല്ലാം ഡിജിറ്റൽ രേഖകളാണുള്ളത്. അതിൽ മാത്രം 1, 2, 3 ഏജൻസികൾ അന്വേഷിച്ച കേസാണ് അത്. ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആദ്യം റെയ്ഡ് നടത്തിയ ഏജൻസി, അവർ ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തു. രണ്ടാമത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ്. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ ഇവർ തന്നെ കൊടുത്ത മൊഴിയാണ് ഇതെല്ലാം ഫേക്കാണ് എന്നുള്ളത്. മൂന്നാമത് SFIO വീണയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഇന്നലെയുമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത മുഴുവൻ ആളുകളെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിലെ തന്നെ ഒരു അന്വേഷണ ഏജൻസി വളരെ കൃത്യമായി പ്രതി ചേർത്ത് ഇവർ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞതിന് ശേഷം കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. അത് ഈ കേസിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രഥമദൃഷ്ട്യാ ഒരു വിജിലൻസ് കേസ് നിൽക്കില്ല. കാരണം പ്രഥമദൃഷ്ട്യാ ചൂണ്ടിക്കാണിക്കാൻ ഒരു അഴിമതിയില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. അവരെന്തിനു വേണ്ടി കൈപ്പറ്റി എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ കൈപ്പറ്റിയ കമ്പനി ഇവരും തമ്മിലുള്ള വ്യക്തിപരമായ ഇടപാടല്ലേ എന്നാണ് അന്ന് സംസ്ഥാന സെക്രട്ടറിയും അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ പറഞ്ഞത്. 2 കമ്പനികൾ തമ്മിൽ ഇടപാട് നടക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ്? അപ്പം അവിടെയാണ് ഈ കേസിന് മാത്രമുള്ളൊരു പ്രസക്തി. ഒന്ന്, ഈ ഇടപാട് അല്ലെങ്കിൽ ക്രമക്കേട് നടന്ന കമ്പനി എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ കമ്പനിയിൽ സംസ്ഥാന സർക്കാരിന് 13.4% ഷെയറുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി പങ്കാളിയായത്. അതാണ് ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ
കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ച് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനെ കബളിപ്പിച്ചു എന്ന ഗുരുതരമായ തെറ്റിൽ ചെയ്തതിൽ ഒരു പങ്കാളി വീണയാണ്. മാത്രമല്ല PML ആക്ട് പ്രകാരം മണി ലോണ്ടറിങ് അവിടെ നടന്നിട്ടുണ്ട്. കണക്കിൽപ്പെടാത്ത ഏറെക്കുറെ 180 മുതൽ 200 കോടി രൂപയ്ക്കിടയിൽ ആ കമ്പനിയിൽ നിന്ന് തിരിമറി നടത്തിയിട്ടുണ്ട്. ആ തിരിമറി നടത്തിയതിൽ ഒരു പ്രതി വീണയാണ്. ആ തിരിമറി നടന്ന പണം, ആ മണി ലോണ്ടറിങ് എവിടെ നടന്നു, സാമ്പത്തിക തിരിമറി എവിടെ നടന്നു, അതാണ് ED അന്വേഷിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റിൽ അന്വേഷണം നടന്നിട്ടില്ല. എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഈ പണം കൊടുത്തിട്ടുള്ളത്? ഇവർക്ക് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും പണം വാരി വിതറിയില്ലേ, ഇത് എന്തിനു വേണ്ടി? ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ, ആ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയാം, പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും അന്വേഷണം ആവശ്യമുണ്ട്. അത് CBIയുടെ അന്വേഷണം കൊണ്ടേ കഴിയൂ. കാരണം അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം വേണം ആ അന്വേഷണം നടത്താൻ. ആ അന്വേഷണം നടത്താൻ വിജിലൻസിന് കഴിയും. പക്ഷേ ഇത് വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് ആ വിഷയത്തിൽ അന്വേഷണത്തിന് ഇനി പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ CBIയുടെ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഞാൻ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ആ ഹർജി ഉടൻ പരിഗണിക്കും. ഇതിലിപ്പോൾ ഈ കരിമണൽ എന്നുള്ളൊരു വസ്തു ഇതിൽ വന്നിട്ടുണ്ട്. ഈ കരിമണൽ വസ്തുവാണ്, അതെ, ഒരു വസ്തു കരിമണലാണ് ഇതിന്റെ പ്രശ്നം. കരിമണൽ കൊണ്ട് എന്തൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെ നിർമ്മിക്കാം എന്നുള്ളതും ഒരു വിഷയമാണ്. അവിടെ ഒരു ദേശ സുരക്ഷയുടെ വിഷയം കൂടി വരുന്നില്ലേ? അല്ല, ഇതിനകത്ത് പ്രഥമ ദൃഷ്ടിയെ നമ്മൾ നോക്കുമ്പോൾ ഇലിമിനേറ്റ് ആണ് ഉൽപ്പാദിപ്പിക്കുമെന്ന്. അതാണ് ഏറ്റവും കൂടുതൽ ഇതിൽ നിന്നും എടുക്കാൻ കഴിയുന്നത്. പക്ഷേ ദേശസുരക്ഷയുടെ പ്രശ്നം ഉരുത്തിരിയുന്നത് ഇതിന്റെ തോറിയം കണ്ടന്റിലാണ്. അണുവായുധങ്ങളും അതുപോലെ ഈവൻ മിസൈലും ഒക്കെ വരെ ഉണ്ടാക്കാൻ കഴിയുന്ന തോറിയം, ആ തോറിയത്തിന്റെ കണ്ടന്റ് 0.04% മണലിലുണ്ട് എന്നുള്ളത് പ്രൂവ്ഡാണ്. അത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലേ? ഇപ്പോൾ ഈ നമ്മളിവിടെ നമ്മുടെ സമീപ രാജ്യങ്ങളിലും ഒക്കെ ഇവിടെ നിന്നും കടത്തപ്പെട്ട മണൽ കൊണ്ടാണോ ഈ കാണുന്ന മിസൈലുകളും റോക്കറ്റുകളൊക്കെ വിട്ട് കളിക്കുന്നത് നമുക്കറിയില്ല. കാരണം ഇത് തുടങ്ങിയിട്ട് 10-20 വർഷത്തിന് മുകളിലായി. വളരെ സൈലൻ്റായി കേരളത്തിൻ്റെ തീരദേശത്തു നിന്നും നമ്മുടെ മണൽ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ആ പോയിട്ടുള്ള മണൽ ഇലിമിനേറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എടുത്ത് പടി റോ മെറ്റീരിയലായിട്ട് തന്നെ പോയിട്ടുണ്ടെങ്കിലും, ഇതിനകത്ത് തോറിയം എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തകർക്കാനുള്ള ആയുധം നമ്മൾ തന്നെ കഴിഞ്ഞ് 20 വർഷമായി കൊടുത്തുകൊണ്ടിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അതിന് വിദേശ രാജ്യങ്ങളുടെ ഉൾപ്പെടെ ഉള്ള ബന്ധം ഇനി ഭാവിയിൽ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. സമഗ്രമായ ഒരു അന്വേഷണം വേണം. അടിമുടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീണ തൈക്കണ്ടിയിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ നിന്നും ഒട്ടേറെ പേരിലേക്ക് അന്വേഷണം നീങ്ങും. തീർച്ചയായിട്ടും അങ്ങനെ. കാരണം ഇത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ശത്രുക്കൾക്ക് ഒറ്റുകൊടുത്തിട്ടാണോ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയണ്ടേ? ഇത് എൻ്റെ കൊക്കിലൊതുങ്ങുന്ന ഒരു സബ്ജക്റ്റ് അല്ല, അതിനൊക്കെ ഒത്തിരി മുകളിലാണ്. പക്ഷേ എനിക്ക് ഇക്കാര്യത്തിൽ ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് എനിക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ അന്വേഷിച്ച് തുടങ്ങിയ ഒരു കാര്യമാണ് ഇന്നിവിടം വരെ വന്ന് നിൽക്കുന്നത്. ഇനിയും ഞാൻ പറയല്ലോ, ഇതിൻ്റെ 10% പോലും ആയിട്ടില്ല ഈ അന്വേഷണം. ഞാൻ ലക്ഷ്യം വെക്കുന്ന അന്വേഷണത്തിൻ്റെ 10% പോലും ഈ അന്വേഷണം വന്ന് എത്തിയിട്ടില്ല. ഇനിയും ഒത്തിരി പോകാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 3400 എൻട്രികളുണ്ട് ആ ഡയറിയിൽ, ഈ കർത്തയുടെ ഡയറിയിൽ. ഈ 700 പേജുള്ള ഡയറി. അതെ, 3400 എൻട്രീസ് ഉണ്ട്. അതിനകത്ത് 1000-ലധികം രാഷ്ട്രീയ നേതാക്കളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, സമുദായ സംഘടനാ നേതാക്കളുണ്ട്, അങ്ങനെ ഒരു നീണ്ട നിരയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ പറയട്ടെ, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അവിടെ റൺ ചെയ്യുന്നു. ആ റൺ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്ത കുറച്ച് രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണക്ക് കാണിക്കണം. പാർട്ടിക്കാണ് വന്നത്, ഞാൻ പാർട്ടിക്ക് വേണ്ടി മേടിച്ചു. ഓക്കെ, പാർട്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ 20,000 രൂപയിൽ കൂടുതൽ 1 രൂപ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് കാണിക്കണം. ആ കണക്ക് റിട്ടേൺ ആയി ഫയൽ ചെയ്യുകയും ചെയ്യണം. അത് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നറിയണം. മേടിച്ചിട്ടുള്ള ആളുകളുടെ ആ എൻട്രികൾ 50 ലക്ഷം 50 ലക്ഷം 50 ലക്ഷം 50 ലക്ഷം എന്ന് പറഞ്ഞ് തന്നെ മേടിച്ചിട്ടുള്ള 10-11 കോടി രൂപ വാങ്ങിച്ചിട്ടുള്ള ആളുകളുണ്ട്. 6-7 കോടി രൂപ വാങ്ങിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ 3-4 ലക്ഷം രൂപ അവിടെ ലോക്കൽ MLA അല്ലെങ്കിൽ ഏതെങ്കിലും CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ ഏതെങ്കിലും പാർട്ടിയുടെ ഭാരവാഹികൾ അവിടെ ഒരു കമ്പനി ഇറങ്ങുന്ന അവിടെ ചെന്ന് 25,000 രൂപയോ 50,000 രൂപയോ 1 ലക്ഷം രൂപയോ മേടിച്ചോട്ടെ, കുഴപ്പമില്ല. അതൊക്കെ ഇത് പാർട്ട് ഓഫ് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കമ്പനികളും പൈസ മേടിക്കണം, അതിനൊന്നും തെറ്റില്ല. പക്ഷെ ഒരു വ്യക്തി തന്നെ 10 ലക്ഷമോ 20 ലക്ഷമോ 30 ലക്ഷമോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 50 ലക്ഷത്തിന് തന്നെ പല എൻട്രികളുണ്ടെങ്കിൽ
അവരും അന്വേഷണത്തിന്റെ പരിധിയിൽ തന്നെ വരേണ്ട ഭാഗമാണ്. അത് പിണറായി വിജയൻ മാത്രമല്ലല്ലോ. പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ കണ്ട വ്യക്തമായ തെളിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കത് ഫോക്കസ് ചെയ്തു പോകാം. പക്ഷേ ഇത് അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് പോയേ പറ്റൂ. കാരണം ഇത് ഇത്തരത്തിൽ ലക്ഷങ്ങളും കോടികളും എല്ലാവർക്കും മർമ്മസ്ഥാനത്തിരിക്കുന്നവർക്ക്, കീ പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, വിമർശനം ഉന്നയിക്കുവാനും തെറ്റ് ചൂണ്ടിക്കാട്ടിക്കുവാനും സാധ്യതയുള്ളവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഈ കമ്പനി ഇത് കൊടുക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ കമ്പനിക്കോ എത്ര 1000 കോടികൾ വരുമാനം ലഭിക്കുന്നുണ്ട്? ഇപ്പൊ തന്നെ തിരിമറി നടന്നത് കണ്ടെത്തിയേക്കുന്ന 200 കോടിയിലുണ്ട്. അതിലൊക്കെ എത്ര കൊണ്ട് ഇത് 2016 മുതലുള്ള മാത്രം കണക്കാണ്. മനസ്സിലായില്ലേ? അതിനു മുമ്പ് ഞാൻ ഈ കരിമണൽ കർത്ത എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടൊരു 20 വർഷത്തിന് മുകളിലായി. 10 വർഷത്തെ കണക്കല്ലേ നമുക്കറിയത്തുള്ളൂ. അതിന് മുമ്പും ഇത് നടന്നിട്ടുണ്ട്. അപ്പോ ഈ 2019 ശേഷവും ഇത് നടന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു കാലഘട്ടത്തിലെ കണക്ക് മാത്രമാണിത്. അപ്പോൾ ഈ 200 കോടി രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ എത്രയോ മടങ്ങായിരിക്കും അവർക്ക് അതുവഴി കിട്ടിയിട്ടുള്ള. അല്ലെങ്കിൽ ഇങ്ങനെ കാശ് വിതരണം ചെയ്യുമല്ലോ. കേരളത്തിൽ ഏതെങ്കിലും കമ്പനികൾ, കൈക്കൂലി കൊടുക്കുന്ന കമ്പനികൾ ഇഷ്ടംപോലെ കാണും. ഇപ്പോൾ ലോക്കൽ ഏറ്റവും തൊഴിലാളികൾ മുതൽ, അതായത് യൂണിയൻകാർ മുതൽ ഈ പൈസ കൊടുക്കുന്ന കമ്പനികൾ. അല്ല, കേരളത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണല്ലോ, മര്യാദയ്ക്ക് ഒരു സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ കറുത്തെ കുറ്റം പറയില്ല. കാരണം അദ്ദേഹം ഈ വിഷയത്തിൽ രാജ്യവിരുദ്ധമായ പ്രവർത്തനം നടത്തുകയും അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുന്ന പ്രവർത്തനം നടത്തുകയും ചെയ്താണ് അയാൾ ചെയ്ത് തെറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ നാടിന് അർഹതയുള്ള സ്വത്തിനെ കവർന്നെടുക്കാൻ കൂട്ടുനിന്നതാണ് ഇവർ ചെയ്ത തെറ്റ്. ഇവർക്ക് പണം കൊടുക്കേണ്ടി വന്നത് അയാളുടെ ഗതികേടല്ലേ. അപ്പൊ അയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുന്ന പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ അയാളൊരു വ്യവസായി എന്ന നിലയിൽ അയാളുടെ ഗതികേട് കൊണ്ടല്ല അയാൾ ഈ പണം മുഴുവൻ കൊടുക്കുന്നത്. കാരണം ഇവിടെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ഇത്ര കോടി രൂപ, 200 കോടി രൂപ കൈക്കൂലി കൊടുത്താലേ കേരളത്തിൽ സ്ഥാപനം നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതല്ലേ കേരളത്തിന്റെ ഏറ്റവും വലിയ ഗതികേട്. മനസ്സിലായില്ലേ? കേരളത്തിന് ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിയാണ്, ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന എൻ്റെ കണ്ണിൽപ്പെടുന്നത് അഴിമതിയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായി എങ്ങനെ ചിന്തിക്കും? എൻ്റെ അമ്മോ, കേരളത്തിൽ വന്നാൽ ഇത്തരത്തിൽ കൈക്കൂലി കൊടുത്താലേ കേരളത്തിൽ ഒരു സ്ഥാപനം റൺ ചെയ്ത് പോകാൻ പറ്റൂ. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന്, ഒരു കോർപ്പറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് കേരളം എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ്. രാഷ്ട്രീയക്കാരെ ഇത്രമാത്രം കൈക്കൂലി കൊടുത്താലേ കേരളത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ നാട് വളരും? അതെ. മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ, ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി അധികാരമേൽക്കുന്നതിന് തൊട്ട് മുമ്പാണ് എക്സാലോജിക് എന്ന കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്യുന്നത് വീണ വിജയൻ. അതിന് പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് വീണയുടെ അമ്മ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകൾ അവർക്ക് കൊടുക്കുകയും സ്വന്തമായി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ സാധാരണക്കാരൻ, നമ്മൾ അരിയാഹാരം കഴിക്കുന്നവർ ചിന്തിക്കുമ്പോൾ, മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ മകൾ ഒരു കമ്പനി ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്യുന്നു, ഒരൊറ്റ കമ്പനിയുടെ വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതിലേക്ക് അപ്പോൾ മറ്റു പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, CMRL മാത്രമായിരിക്കുമോ ഈ അക്കൗണ്ടിലേക്ക് പണം കൊടുത്തത് എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രമുഖമായിട്ടൊരു 9 കമ്പനികളുണ്ട്. 9 കമ്പനികളാണ് ഇവരുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തിയത്. അങ്ങനെ ചെറിയ എമൗണ്ട് കൊടുത്തിട്ടുള്ള കമ്പനികളുണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും ആ സ്ഥാപനം തുടങ്ങി വെച്ചപ്പം എന്തെങ്കിലുമൊക്കെ സേവനം കൊടുത്തിട്ട് കാണും. യഥാർത്ഥ സേവനം, അവർക്കറിയാവുന്ന സേവനം കൊടുത്തതിന് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒക്കെ മേടിച്ച കമ്പനികളുണ്ട്. പിന്നെ ഒരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഉണ്ട്, അത് നല്ല തുകയുണ്ട്. കൂടാതെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ അന്വേഷിക്കേണ്ട തുകകൾ തന്നെയാണ്. അതൊക്കെ അതുപോലെ മറ്റേ കൺസൾട്ടൻസി, എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസികളുണ്ട്. അതൊക്കെ വലിയ തുകകളാണ്. അതൊക്കെ അന്വേഷിക്കേണ്ട തുകകൾ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. ഇവർക്ക് വിദേശത്തെ അക്കൗണ്ടിൽ പണമിടപാട് നടന്നതിൻ്റെ കാര്യവും പുറത്തു വന്നിട്ടുണ്ട്, വാർത്തയായി താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നീങ്ങുവാനുള്ള സാധ്യതകൾ, കാരണം വിദേശത്തെ അതിന് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ബാധകമാണ്. ഞാൻ ഈ കഴിഞ്ഞ മാസവും റെയ്ഡിന് ശേഷവും അത് സംബന്ധിച്ച് ഞാൻ പരാതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലും അല്ലാതെയും അതിന് മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷണം നടത്തണം. പക്ഷെ അത് അന്വേഷിക്കേണ്ട ഘട്ടം ഇതല്ല. കാരണം അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്ക് പോകേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത പടിയിലാണ് ഇത് പോകേണ്ടത്. മാത്രമല്ല CBIയുടെ എൻക്വയറിയിലും അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകേണ്ടതുണ്ട്. മാത്രമല്ല പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ കാലത്തെ വിദേശയാത്രകളും സാമ്പത്തിക ഇടപാടുകളും മുഴുവൻ അന്വേഷിക്കേണ്ടതാണ്. കാരണം 96 ആദ്യമായിട്ട് അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയാവുന്നു. 98-ോ 99-ോ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്നു. അന്ന് മുതൽ
കേരളത്തിലെ എല്ലാ ഡീലുകളിലും പിണറായി വിജയനുണ്ട്. ഈ 96, 98 കാലഘട്ടത്തിലാണ് ലാവ്ലിൻ. അന്ന് മുതൽ ലാവ്ലിൻ്റെ കരുതലിലാണ് അദ്ദേഹം ഉള്ളത്. ഈ വിദേശ അക്കൗണ്ട് എന്ന് പറയുന്ന ആ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ അക്കൗണ്ട് ദൈവം കൊണ്ട് എൻ്റെ കൺമുന്നിൽ തന്നതാണ്. ഞാൻ വളരെ വൃത്തിയായി സിസ്റ്റത്തിൽ ഞാനത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ലാവ്ലിൻ കമ്പനിയുടെയും ഈ പറയുന്ന പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെയും ഉൾപ്പെടെ ചെറിയ കോടികളൊന്നുമല്ല, വൻ കോടികൾ അതിനകത്ത് ആ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിക്കട്ടെ. കാരണം സ്വാഭാവികമായിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ്. മാത്രമല്ല ഈ UAE-യിലുള്ള ഒരു അക്കൗണ്ടാണ്. അതൊക്കെ അവിടെ എത്രമാത്രം എങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ഇതൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ആണ് ഇനി അത് ഡീൽ ചെയ്യണം. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും ദിവസത്തിനിടയിൽ എന്നാൽ എനിക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പറ്റുമോ? ഷോൺ ജോർജ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചത് കേസൊന്ന് കൊടുത്താൽ മതി, ഞാൻ പോയി ഓർഡർ ഇട്ട് മേടിച്ചോണ്ട് വരാം. നീ കേസ് കൊടുത്ത് കിട്ടിയാൽ മതി. അല്ല, നേരെ മറിച്ച് പ്രതിഷേധം എന്ന പേരിൽ അവിടേക്ക് കുറേ പേർ തള്ളിക്കയറാൻ ശ്രമിച്ചു, താങ്കളുടെ വീടിന് മുന്നിലേക്കൊക്കെ തന്നെ എന്ന് കാണാൻ സാധിച്ചു. അതുപോലെ തിരുവനന്തപുരത്ത് അല്ലല്ല, അത് ഈ ലോകത്ത് CPM-ന് മാത്രം പറ്റുന്ന ഒരു കാര്യം. പരാതിക്കാരൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന ഏക രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന് വേറെ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ പറയില്ല. ഞാൻ ബേസിക്കലി ഞാൻ 99-ലാണ് ഞാൻ തിരുവനന്തപുരത്ത് വെക്കുന്ന മാർവിയാനിസ് കോളേജ്. നിങ്ങൾക്കറിയാം, ഞാൻ PC ജോർജിൻ്റെ മകന എന്ന നിലയിൽ തന്നെ ഒരു കേരള കോൺഗ്രസ് ബാങ്കിൻ്റെ പാരമ്പര്യം ചേർന്നു. പക്ഷേ എനിക്ക് ആദ്യം ആകർഷണം തോന്നിയത് SFI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടാണ്. ആ പ്രായത്തിൻ്റെ ചോരത്തുള്ളപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ SFI-ക്കാരായിരുന്നു. ഞാൻ SFI ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ എന്നും SFI-ക്കാരുടെ കൂടെ ആയിരുന്നു നടപ്പ്. ശരി, സ്റ്റുഡൻറ് സെൻറ്ററിലും യൂണിവേഴ്സിറ്റി കോളേജിലും മാർവിയാനിസ് കോളേജിൽ KSC-യുടെ യൂണിറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ SFI-യുടെ കൂടെ ഞാൻ അവർക്കൊപ്പം ആദ്യമായിട്ട് SFI യൂണിറ്റ് മാർവിയാനിസ് കോളേജിൻ്റെ യൂണിയൻ പിടിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഇയർ 1 വർഷമാണ്. അന്ന് അവരോടൊപ്പം ഞാൻ വളരെ സജീവമായി ഞാൻ അവരോടൊപ്പം പങ്കെടുത്തിരുന്നു. ഞാൻ അവരോടൊപ്പം കൂടി. പിന്നീടാണ് എന്നെ കേരള കോൺഗ്രസിൻ്റെ എന്നെ ഒരു ദിവസം ജോസഫ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, നീ SFI അല്ല, നീ കേരള കോൺഗ്രസ് ആണ്, നീ സജീവമായി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ പിടിച്ച് വീണ്ടും കേരള കോൺഗ്രസിൽ കൊണ്ടുവരായിരുന്നു. അല്ലെങ്കിൽ അവർ പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഞാൻ SFI-യുടെ ഒപ്പം നടന്ന് ഇങ്ങനെ നന്നായിരുന്നു കൂട്ടി. പക്ഷേ അതുകൊണ്ട് ഞാൻ പറയാമല്ലോ, ഞാൻ ഒത്തിരി നല്ല സഖാക്കളെ കണ്ടിട്ടുണ്ട്. ഒത്തിരി നല്ല സഖാക്കൾ ജീവിതം മാറ്റി വെച്ച് ആ സാധാരണക്കാർക്ക് വേണ്ടി മുണ്ട് മുറുക്കി പണിയെടുത്ത് ഇൻകിലാബ് വിളിക്കുന്ന ഒത്തിരി നല്ല സഖാക്കളെ കണ്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് സഖാക്കളെ കുറ്റം പറയില്ല. ആ സിദ്ധാന്തം തെറ്റാണ് എന്നുള്ളത് എനിക്ക് ഇന്ന് നല്ല ബോധ്യമുള്ള കാര്യം. എങ്കിൽ പോലും ആ സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് സോഷ്യലിസ്റ്റ് വിശ്വസിച്ച് ജീവിച്ച ഒരുപറ്റം നല്ല സഖാക്കളുടെ നാടാണ് കേരളം. അതുകൊണ്ട് ആ സഖാക്കളെ കൂടെയാണ്, അവരുടെ കഞ്ഞിയിലാണ് പിണറായി വിജയൻ ഈ മണൽ വാരിയിട്ടത്. മാത്രമല്ല, ഇപ്പോഴും ഇത്രയും വലിയ പരാജയത്തിന് കാരണമായിട്ടും പ്രതിപക്ഷ നേതാസ്ഥാനത്ത് അദ്ദേഹം വീണ്ടും എത്തിയെന്ന് പറഞ്ഞാൽ ആ പാർട്ടി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറി എന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? ഏതെങ്കിലും നല്ല സഖാക്കളോടെ പോയോ? ഇവരുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ പിണറായി വിജയൻ ഒരു കാര്യം ചെയ്തു. ഈ ഭരണത്തിൻ്റെ വിഹിതം പറ്റിയിട്ടുണ്ട്. താഴെ തട്ട് വരെ, ഏറ്റവും താഴെ ബ്രാഞ്ച് കമ്മിറ്റി വരെ ഈ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിയവർ ഒരു കൂട്ടമായി അത് മാറി. നല്ല സഖാക്കളെല്ലാം വീട്ടിൽ കയറി. ഇപ്പോൾ ഹൈക്കോടതി തന്നെ എത്രയോ സീനിയർ അഭിഭാഷകർ എന്നെ കണ്ടിട്ട് പറയാം, നീ ഒരു കാരണവശാലും പുറകോട്ട് പോകരുത്, ഈ പാർട്ടി രക്ഷപ്പെടുത്താനാണ് നിൻ്റെ പോരാട്ടം, ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഒത്തിരി സീനിയർ അഭിഭാഷകരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സഖാക്കളുടെ മനസ്സൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഓക്കെ, കാരണം പലരും ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ വളരെ അപ്പോഴെല്ലാം അവർ പറയുന്നത് PC ജോർജിൻ്റെ മകനാണല്ലോ, അപ്പോൾ അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകും, ആർക്കും പേടിപ്പിച്ച് പിന്മാറ്റാൻ സാധിക്കില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? എന്നെ ആരും ഭീഷണിപ്പെടുത്താനൊന്നും വരില്ല. കാരണം ഇപ്പോൾ പറഞ്ഞൊരു ബ്രാൻഡ് അത് തന്നെയാണ്. എന്നെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഈ നിമിഷം വരെ ആരും വന്നിട്ടില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ അതുകൊണ്ട് പിന്മാറുന്ന ഒരാളാണ് ഞാനെന്ന് എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. കാരണം എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടിൽ മുമ്പോട്ട് പോകുന്ന ആളാണ്. എനിക്ക് എൻ്റെതായ ചിന്തകളുണ്ട്. ഞാനും പപ്പായിട്ട് പോലും എൻ്റെ ശൈലിയിലും പ്രവർത്തന രീതിയിലൊക്കെ വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന ആളാണ്. എനിക്കങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഈ പർട്ടിക്കുലർ കേസിൽ പിണറായി വിജയനിലേക്ക് എത്താൻ, അതായത് മകളുടെ പേരിൽ പണം വരുന്നു, ഓക്കെ, അത് നമ്മൾ കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുമ്പോൾ എന്തിനാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അന്വേഷണ ഏജൻസി, കോടതി അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഈ കേസിൽ പിണറായി വിജയൻ്റെ കണക്ഷൻ എങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും? അല്ല, അതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി, അയാൾ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡാണ്. അയാൾക്ക് ഓണർഷിപ്പ് ഉള്ള ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ സ്ഥാപനവുമായി ഇടപാട് നടത്തുകയും ആ ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്താൽ അതിനകത്ത് തന്നെ മുഖ്യമന്ത്രി പ്രതിയാണ്.
ഓക്കെ. മനസ്സിലായില്ലേ? മാത്രമല്ല ഇതിനകത്ത് കൈപ്പറ്റിയ തുക കൈക്കൂലിയാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞാലേ പിണറായി എങ്ങനെ പ്രതിയാകും? ഈ ഒരൊറ്റ പോയിന്റ് പ്രതിയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ സർക്കാരുമായി ഇടപാട് നടത്തിയ, സർക്കാരിന് ഓണർഷിപ്പ് ഉള്ള ഒരു കമ്പനിയുമായി ഇടപാട് നടത്തുകയും അതിൽ തിരിമറി കണ്ടെത്തുകയും ചെയ്ത് അതിൽ പ്രതിയാണ്. ഓട്ടോമാറ്റിക്കലി മുഖ്യമന്ത്രി പ്രതിയാണ്. പ്രതിയാവും. മറ്റൊരു വിഷയം, ഈ ഒരു കേസിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇനിയും വീണയെ ചോദ്യം ചെയ്യുമെന്നറിയുന്നു. അവർ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും സംസാരിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞു, ഒരു സ്ത്രീയാണ്, അവർ അല്ല യഥാർത്ഥത്തിൽ കുറ്റക്കാരി എന്നും പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. പിണറായി വിജയൻ മാത്രമായിരിക്കുമോ കുറ്റക്കാരൻ? നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്കൊക്കെ തന്നെ അനധികൃതമായി പണം സമ്പാദിക്കുക, കൈക്കൂലി വാങ്ങുക, ഇത്തരത്തിലുള്ള കേസുകൾ, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി നിൽക്കുന്നുണ്ട്. ആ ആരോപണത്തിൻ്റെ മറുവശത്ത് പിണറായി വിജയനെ മാത്രമാണോ നിർത്തേണ്ടത്? അല്ലല്ലോ. ഈ ഒരു വിഷയത്തിൽ തന്നെ ഈ കഴിഞ്ഞ ഒരു 25 വർഷത്തിനുള്ളിൽ കേരളം ഭരിച്ച പ്രമുഖരായ എല്ലാവരും പ്രതികളാണ്. മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ കേരളം ഭരിച്ച എല്ലാവരും ഇതിനകത്തുനിന്ന് വീതം പറ്റിയിട്ടുണ്ട്. നിർബന്ധമായും അത് പുറത്തു വരണം. ഇത് ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിജയൻ എന്ന് മാത്രം പറഞ്ഞാൽ അത് ഇതിനകത്തെ മുഖ്യ കള്ളൻ എന്ന് പറയാം. അത് കഴിഞ്ഞാൽ ബാക്കിയുണ്ട്. ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത പിണറായി വിജയൻ മാത്രമല്ല, ഒരു സംശയം വേണ്ട, ആ പേരുകൾ പുറത്തു വരിക തന്നെ ചെയ്യും. എനിക്ക് രണ്ട് ചോദ്യം കൂടിയാണ്. ഒന്ന്, ഈ ഒരു വിഷയത്തിൽ, കാരണം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയനെതിരായ നടപടികൾക്ക് കേന്ദ്രത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ലഭിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കി നിർത്തിയോ നടപടികൾ എന്നുള്ളൊരു ചോദ്യം പൊതുജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത ജനങ്ങൾക്ക് കൊടുക്കാനും, അതായത് BJP CPM ഡീൽ ഉണ്ട് എന്ന് ജനങ്ങൾക്കിടയിൽ വലിയ പ്രചരണം കോൺഗ്രസ് നടത്തി. ആ പ്രചരണത്തിൽ അത് BJPയുടെ പ്രവർത്തകർ പോലും കുറച്ച് വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സത്യം. അങ്ങനെ എന്നോട് ഒത്തിരി ആളുകൾ ചോദിക്കുന്നു, നമ്മളിത് ഇവനെ പിടിച്ച് അത്തിടണ്ടേ. പക്ഷെ എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയ ഒരാളെ എന്നാലും എനിക്കറിയാം, എല്ലാ ഘട്ടത്തിലും ഞാൻ പറഞ്ഞു, ഇന്ന് വരെ എടുത്തു നോക്കിയോ 10 കോടി രൂപയിലധികം വക്കീൽ ഫീസായിട്ട് മുടക്കിയിട്ടുണ്ട് ഈ കേസുകളെ തടസ്സപ്പെടുത്താൻ മാത്രം. കേരള ഹൈക്കോടതി 3 കേസ്, ബാംഗ്ലൂർ ഹൈക്കോടതി 1 കേസ്, ചെന്നൈ ഹൈക്കോടതി 1 കേസ്, ഡൽഹി ഹൈക്കോടതി 3 കേസ്. ഇതുമായി ബന്ധപ്പെട്ട് മാത്രം 8 കേസുകൾ അപ്പിയർ ചെയ്ത്. കഴിഞ്ഞ ദിവസം ഈ കേസിന് CMRന് വേണ്ടി അപ്പിയർ ചെയ്ത അഡ്വക്കേറ്റ്സിൻ്റെ ലിസ്റ്റ് ആ ജഡ്ജ്മെൻറ്റ് കിടപ്പുണ്ട്. കണ്ടാൽ ഞെട്ടിപ്പോവും. ഇത്രയും ആളുകൾ, 5 അഭിഭാഷകർ വന്ന് 5 പേരും സുപ്രീം കോടതിയിലെ സീനിയേഴ്സാണ്. 3 പേര് ഫിസിക്കലി ഇവിടെ എത്തി, 2 പേര് ഓൺലൈൻ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ചുമ്മാ ഒന്ന് അന്വേഷിച്ച് നോക്കിയോ ഒരു ദിവസം അവർ സിറ്റിങ്ങിന് വാങ്ങിക്കുന്ന പൈസ എത്രയാണ്? അപ്പം അവരോടൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് നിന്നേ. പക്ഷേ വളരെ കൃത്യമായിട്ട് അതിന് സർക്കാർ അഭിഭാഷകർ, EDയുടെ ആണെങ്കിലും SFIയുടെ ആണെങ്കിലും അഭിഭാഷകർ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. പിന്നെ നമ്മളിത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ പുറകോട്ട് പോയാൽ നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നൊരു വിഷയമാണ്. നാളെ ഞാനും തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എനിക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. എൻ്റെ പാർട്ടി, പ്രത്യേകിച്ച് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ K സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റ്, ഞാൻ കേസ് കൊടുക്കുന്ന സമയത്തൊക്കെ അദ്ദേഹമായിരുന്നു. ഇവർ രണ്ടുപേരും എനിക്ക് വലിയ പിന്തുണ ഈ കേസിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇവിടം വരെ എത്താനും കഴിഞ്ഞത്. മുൻപ്, അധികം മുൻപല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, മീഡിയയിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു, ഒരു ഷോക്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ശ്രീ PC ജോർജിനെതിരായ ആ നടപടി. വീട്ടിലേക്ക് വരുന്നു, അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. ആ ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ടോ? ഹേർട്ട് ചെയ്യുന്നുണ്ടോ? കുത്തി നോവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇല്ലയെന്ന് പറഞ്ഞാൽ നുണയാവും. എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ഒരു അന്നത്തെ ആ ഒരു പപ്പാട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, വലിയ സംഭവങ്ങളൊന്നുമല്ല. പക്ഷേ തലേദിവസം രാത്രി കിടക്കുന്ന സമയത്ത്, ഞാൻ ഇതോടെയും പറഞ്ഞിട്ടില്ല, കിടക്കുന്ന സമയത്ത് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ ഉറച്ച നിലപാടാണ്, ഞാനതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്, കാരണം ഞാനല്ലാതെ അത് പറയാൻ ആരുമില്ല. ഞാൻ പറഞ്ഞു, അത് വേണ്ട. കാരണം ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്ന തെറ്റുകളെ ഒരു സമൂഹം മുഴുവൻ ഒരു കരിനിഴൽ നിൽക്കുന്ന ഒരു സാഹചര്യമില്ലേ? അപ്പോൾ അത് അങ്ങനെ അല്ലാത്ത കുറച്ചാളുകളെങ്കിലും അത് വേദനിപ്പിക്കില്ലേ? അല്ല, അത് ഞാൻ പറയും, ഇനിയും പറയും. ഞാൻ പപ്പായിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോയി കിടക്കുന്നത്. അപ്പോൾ രാവിലെ ബെല്ലടിച്ചു, പപ്പ ലൈറ്റ് ഇട്ടു. അപ്പോൾ രാവിലെ എന്നോട് പറഞ്ഞു, നീ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആള് വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം കാണുന്നത് തിരുവനന്തപുരം കമ്മീഷനാണെന്ന് മനസ്സിലായില്ല. വേഷധാരം കൊണ്ട് കൂടിയൊരു ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തെ അറിയില്ലല്ലോ. ആള് കാർപോർട്ട് സ്റ്റെപ്പുണ്ട്, സാർ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. വീട് ചുറ്റും പോലീസ്.
പുറത്ത് 2 ഇടിവണ്ടി, വലിയ വലിയ ഇടിവണ്ടി, ഭയങ്കര പോലീസ്. ഈ സമയമായതുകൊണ്ട് നാട്ടുകാരും അറിഞ്ഞില്ല. ഒരു മാന്യമായിട്ട് പെരുമാറി കേട്ടോ. അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഞാൻ ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറുന്നിടത്തിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. തിരുവനന്തപുരത്തിനാണ് സാർ. തിരുവനന്തപുരത്തിന് അല്ല, അപ്പം ഞാൻ എന്നാൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയേക്കാം, ഡ്രസ്സ് മാറിയിട്ട് വരാം. ആയിക്കോട്ടെ അവരവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ അവിടുന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. 41 വർഷം ഒരു നിയോജകമണ്ഡലത്തിൻ്റെ പ്രതികരിച്ച വ്യക്തി. അതിൽ 33 വർഷം MLA ആയിരുന്നു. 41 വർഷം പുള്ളിയുടെ സജീവ രാഷ്ട്രീയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊരു കാഴ്ച, സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകരാണ് നമ്മളൊക്കെ. എന്നെയൊക്കെ എത്രയോ പ്രാവശ്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതല്ല പ്രശ്നം. പക്ഷെ അതിനപ്പുറത്തായിട്ട് എൻ്റെ അമ്മ അവിടെ ഉണ്ടെന്ന്. അമ്മയ്ക്കൊക്കെ ഒരു ഭയങ്കര ഷോക്കായിപ്പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഫൈറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത യുദ്ധത്തിന് നമ്മൾ തയ്യാറാണ്. പക്ഷേ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഷോക്കായിപ്പോയി. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞു പപ്പായ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അത് വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ, പപ്പായ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനല്ല എൻ്റെ വേദന ഉണ്ടായത്. അതിനേക്കാൾ കൂടുതൽ പപ്പായ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന എൻ്റെ അമ്മ കണ്ടുകൊണ്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അമ്മയുടെ കരച്ചിൽ അത് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അത് സത്യമാണ്. മുന്നോട്ടുള്ള രാഷ്ട്രീയ യാത്രയിലും ഇത്തരത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ സിസ്റ്റമാറ്റിക്കായി കൃത്യമായി ആ കേസിൻ്റെ നൂലാമാലകളിലൂടെ കടന്നുപോയി രേഖകൾ കണ്ടെത്തി, തെളിവുകൾ കണ്ടെത്തി, കോടതിയിൽ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഷോൺ ജോർജിനെ നമുക്ക് കാണാൻ സാധിക്കുമല്ലേ? അല്ല, എനിക്ക് പറഞ്ഞ വാക്കുകൾ മാറ്റി പറയേണ്ടി വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഈ പറയുന്ന കഥകൾ ആളുകൾക്ക് പെട്ടെന്ന് ദഹിക്കില്ല. ഞാൻ 2 വർഷം മുമ്പ് ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും ദഹിച്ചില്ല. അപ്പം അങ്ങോട്ടേക്ക് എനിക്ക് 100% ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ പറയില്ല. കാരണം എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ക്ഷമിക്കണം എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് പ്രത്യേകിച്ചും ഒരു അപ്പുറത്ത് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ പറയാം, എൻ്റെ ഈ ചെറിയ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് 26 വർഷത്തെ പൊതുപ്രവർത്തനം ഉണ്ട്. ഒരാളൊരു ഫേക്ക് അലിഗേഷൻ എനിക്കെതിരെ പറഞ്ഞാൽ അത് എൻ്റെ ജനങ്ങളുടെ മുമ്പിൽ എൻ്റെ റെപ്യൂട്ടേഷൻ എങ്ങനെ കളയും? എൻ്റെ 26 വർഷത്തെ എൻ്റെ അധ്വാനമാണ് എൻ്റെ റെപ്യൂട്ടേഷൻ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകനെതിരെ അനാവശ്യമായ ഒരു ആരോപണം പറയാൻ പാടില്ല, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിലും എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഒരിക്കലും അത് പറയാറില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും. പക്ഷേ പറയുന്ന കാര്യങ്ങളിൽ കൃത്യത ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ട്. അത് പാലിച്ചു പോകും. തീർച്ചയായിട്ടും. അതാണ് ഷോൺ ജോർജ്. നമുക്കെല്ലാവർക്കും അറിയാം, വാർത്തകളിലൂടെയൊക്കെ തന്നെ നമുക്കറിയാവുന്ന സുപരിചിതനായ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അത്രത്തോളം വ്യക്തമാണ്, സുതാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. മറ്റുള്ളവരെ അനാവശ്യമായി കേസുകളുടെ പേരിൽ ദ്രോഹിക്കില്ല. പക്ഷേ എതിർപക്ഷത്ത് നമുക്കൊരു കോസ് ഉണ്ടെങ്കിൽ, ഒരു ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള കാരണമുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം വരെ പോയിരിക്കും. PC ജോർജ് എന്ന നേതാവിൻ്റെ അതേ ഫൈറ്റിംഗ് സ്പിരിറ്റ് കുറേ കൂടി പോളിഷ്ഡായി, കുറേ കൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കുറേ കൂടി കൃത്യമായ രൂപരേഖ തയ്യാറാക്കി മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു നേതാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹീസ് എ വെരി പ്രോമിസിംഗ് പൊളിറ്റീഷ്യൻ എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ പറയാം. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.